ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുംഭമേള പൊളിച്ചടുക്കിയേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞ് തുടക്കം മുതൽ തന്നെ കാക്കാമാര് അരയും തലയും മുറുക്കി പുറപ്പെട്ടതാണ്. പക്ഷേ യോഗി ആദിത്യനാഥിനോടായതുകൊണ്ട് ഇവരുടെ ഒരു പണിയും നടന്നില്ല എന്ന് മാത്രമല്ല, വൻ വിജയകരമായി കുംഭമേള എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി പ്രയോഗത്തിൽ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി 40 കോടി ജനങ്ങൾ സംഗമിക്കുന്ന ഒരു ആഘോഷം വിശ്വാസത്തിന്റെ ഭാഗമാണ്, അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഇത്രയും കാലമായി ഹജ്ജ് എന്ന തീർത്ഥാടനത്തിനെതിരെ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ആഘോഷങ്ങൾക്കെതിരെ ഒരൊറ്റ ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ അതല്ലെങ്കിൽ മതമില്ലാത്തവരോ കലാപമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ ആഘോഷം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടില്ല. ഇവിടെ കുംഭമേളയുടെ തുടക്കത്തിൽ തന്നെ ഇത് നിർത്തലാക്കണം എന്ന് പറഞ്ഞ് ജമാഅത്തിന്റെ ഇമാമായിട്ടുള്ള ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി തുടക്കം മുതൽ തന്നെ ഇതിനിങ്ങനെ കല്ല് കടിച്ചുകൊണ്ടേയിരുന്നു, പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അതിനകത്ത് സ്റ്റാള് കെട്ടണമെന്ന് പറഞ്ഞപ്പോഴും യോഗി ആദിത്യനാഥ് കണ്ടം വഴി ഓടിച്ചു. അതിനിടയ്ക്കാണ് ടെന്റിന് തീ പിടിക്കുന്നത്. അതിന്റെ പിന്നിൽ ഏതെങ്കിലും കരങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ഇന്റലിജൻസ് വിഭാഗം. അത് കഴിഞ്ഞപ്പോഴാണ് തിക്കിലും തിരക്കിലും പെട്ടെന്നുണ്ടായ അനിയന്ത്രിതമായ തിക്കിലും തിരക്കിലും പെട്ട് കുറെ ആളുകൾ മരിക്കുന്നത്. അതിന്റെ പിന്നിൽ അട്ടിമറിയുണ്ട് എന്ന സംശയം കനക്കുകയാണ്, വിലക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് 16,000 ഫോൺ കോളുകൾ അന്വേഷിച്ച് UP പോലീസും ഇന്റലിജൻസ് വിഭാഗവും ATSഉം യാത്ര ഇറങ്ങി തിരിച്ചത്. AI സഹായത്തോടുകൂടി 16,000 മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ 1000-ഓളം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, ആളുകളെ കാണാനില്ല, നാട് വിട്ടിരിക്കുന്നു. ഉൾപ്പെടെയുള്ള സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് പരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ച് ആളുകൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതാണ്, കുംഭമേളയിൽ തന്നെ 1000-ഓളം പേരുടെ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ കുംഭമേളയ്ക്കെതിരെ എന്തൊക്കെയോ ആസൂത്രണം, ഗൂഢാലോചന ഒക്കെ നടക്കുന്നില്ലേ? കുംഭമേളയിലെ അപകടം ആസൂത്രിതമായൊരു അട്ടിമറിയായിരുന്നു എന്ന് അന്ന് തന്നെ പുറത്തു വന്ന വീഡിയോസിലൊക്കെ കാണാമായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നതുകൊണ്ട് ആരും ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. 3 അംഗ കമ്മീഷനെ വെച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിൽ. താമസിയാതെ അതിൻ്റെ റിപ്പോർട്ട് വരും. അതിനകത്തെ കോൺട്രവേഴ്സിയലായുള്ള 2 വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒന്നിൽ ഒരു പോലീസുകാരൻ DYSP മറ്റോ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരോട് രാത്രി 1:30 മണിക്ക് അവരോട് എണീറ്റ് വേഗം പോയി കുളിക്കാൻ പറയുന്നു. അതില്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വേഗം പോയി കുളിക്കും, നിങ്ങൾ ആദ്യം വന്നവരാണ്, ഇനി കുളിക്കാൻ അവസരം കിട്ടിയില്ല എന്നവർ തിക്കും തിരക്കും, ഭഗ്ദഡ് എന്നാണ് സ്റ്റാമ്പേഡിന് ഹിന്ദി വാക്ക്. ഭഗ്ദഡ് ഹോ ജായേഗ. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെ മനസ്സിലായി സ്റ്റാമ്പേഡ് ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ വേഗം എണീറ്റ് പോയി കുളിച്ചോ എന്ന് പറയുക. 1:30 മണിക്ക് കുളിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് 3:30 മണിക്കാണ് ബ്രാഹ്മമുഹൂർത്തം. 1:30 മണിക്ക് സരസ്വതിയും ഗംഗയൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് അതിലിറങ്ങി മുങ്ങാൻ പാടില്ല. 3:30 മണി കഴിഞ്ഞിട്ട് വേണം. 1:30 മണിക്ക് മുങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇയാൾ എന്തിനീ 1:30 മണിക്ക് പാടില്ല? അത് ദാറ്റ് ക്രിയേറ്റഡ് കൺഫ്യൂഷൻ. അതേ തുടർന്ന് കുറേ പേര് അങ്ങോട്ടേക്ക് ഓടി വേഗം ചെല്ലുന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ജൽദി ഉഠോ ഉഠോ ജൽദി ജാവോ എന്ന് പറഞ്ഞ് പരിഭ്രമിപ്പിക്കുന്നു. അപ്പോൾ ഇവർ ഓടുന്നു, അങ്ങനെ പ്രശ്നമുണ്ടാകും. വേറൊന്ന്, ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ ശാന്തരായിട്ട് പോയിക്കൊണ്ടിരുന്നവരുടെ സൈഡിലൂടെ ഒരു 10-12 ചെറുപ്പക്കാർ ഓടി വരുന്നു. എന്തിനാണെന്നറിയില്ല, അവർ സൈഡിലൂടെ ഒഴിഞ്ഞ സ്ഥലത്തൂടെ അവർ ഓടി വരുന്നു. അതിലൊരാൾ ഈ വേലിക്കെട്ട് പിടിച്ച് വലിച്ച് പറിക്കുക അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ ആ വീഡിയോ അവ്യക്തമാണ്. റെസ്റ്റ് ഓഫ് ദ വീഡിയോ അവ്യക്തമാണ്. ഇതൊക്കെ പലരും മൊബൈലിലൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി അതിൻ്റെ കൃത്യമായ വീഡിയോ പോലീസിൻ്റെ കയ്യിലുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ അന്വേഷണം കൃത്യമായ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ സ്റ്റാമ്പേഡ് സാധാരണ അവിടെ നിന്ന് പരക്കേണ്ടതാണ്, അത് പരന്നില്ല. പലരും സ്റ്റാമ്പേഡ് അറിഞ്ഞു പോലുമില്ല. പിന്നീട് കിലോമീറ്റർ നടന്ന് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അല്ല സ്റ്റാമ്പേഡിൽ എന്തായാലും സ്റ്റാമ്പേഡോ ഞാനൊന്നും കണ്ടില്ലല്ലോ, ഇതായിരുന്നു പലരുടെയും മറുപടി. അപ്പോൾ ഒരു മാക്സിമം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ കൺഫേംഡ് ആയിട്ട് 30 പേര് മരിച്ചു. നിസ്സാര സംഗതിയല്ല 30 പേരുടെ മരണം. അത് യോഗി ആദിത്യനാഥ് വെറുതെ വിടാനും പോകുന്നില്ല.
അതിന് ഉത്തരവാദികൾ ഇത് അട്ടിമറിയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് അത് സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രയധികം മുൻകരുതലുകളും ചിട്ടയും എല്ലാം ചേർന്നാണ് ചെയ്തത്. പിന്നീട് അത് സ്പ്രെഡ് ആവാതെയും കൂടുതൽ കൺഫ്യൂഷൻ ഒഴിവാകാനും വേണ്ടിയിട്ട് ഈ സന്യാസിമാരുടെ മുങ്ങൽ അവർ മാറ്റിവെച്ചു. അവർ പറഞ്ഞു സാധാരണക്കാർ മൗനി അമാവാസ്യയുടെ പ്രിയോറിറ്റി അനുസരിച്ച് ആദ്യം സന്യാസിമാരാണ്, ഈ ആഖാഡ അവർക്കാണ് ആദ്യത്തെ അവകാശം മുങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പൊതുജനം. ആഖാഡ സന്യാസിമാരെല്ലാവരും കൂടെ പറഞ്ഞു പൊതുജനത്തിന് മുങ്ങാൻ അവസരം കൊടുക്കുക, ഞങ്ങൾ ആദ്യം മുങ്ങണമെന്ന് അങ്ങനെയൊന്നുമില്ല, നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ആദ്യം ഞങ്ങൾ മുങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഗംഗയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പം മുങ്ങുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല. ഗംഗയിൽ നമ്മൾ ചുമ്മാ പോയി മുങ്ങിയാലും പാപങ്ങൾ മാറും. ഇതാണല്ലോ നമ്മളെ കൺസെപ്റ്റ്. അതെപ്പോൾ മുങ്ങണം എന്നൊന്നുമില്ല. രാത്രി മുങ്ങാം, പകൽ മുങ്ങാം, കുംഭമേളയുടെ സമയത്ത് മുങ്ങാം, അല്ലാത്തപ്പോൾ മുങ്ങാം. എപ്പോൾ മുങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ ക്ലീൻ ചെയ്യുന്നത് ഗംഗയാണ്. ദാറ്റ് ഈസ് അഷ്വർ. അപ്പോൾ സന്യാസിമാർ പറഞ്ഞു ഞങ്ങൾ രാവിലെ മുങ്ങണമെന്നൊന്നുമില്ല, വൈകുന്നേരം മുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. മുങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനും സിനിജിയും കുംഭമേളയ്ക്ക് പോയില്ല, ഇല്ലേ? മൗനി അമാവാസ്യ ദിവസം നമ്മൾ കേരളത്തിലായിരുന്നു. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പോയാണ് മുങ്ങുന്നത്. അപ്പോഴും ഈ സിസ്റ്റം വർക്ക് ചെയ്യും. അതാണ് നമ്മളുടെ സങ്കല്പം. ബട്ട് ഈ കുംഭമേള എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇവൻ്റാണ്. 4 വർഷം കൂടുമ്പോൾ മാറി മാറി ഓരോ സ്ഥലത്ത്, ഉജ്ജയിൻ, 4 സ്ഥലങ്ങളുണ്ട്, അവിടെ നടക്കുന്നു. അപ്പോൾ അതൊരു ആഘോഷം എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ സാധാരണ ദിവസം പോയി തൊഴുന്നതും ആറാട്ടിനിടയ്ക്ക് പോയി തൊഴുന്നതും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസം. ഇതുപോലെയാണ് കുംഭമേളയുടെ സമയത്ത് പോയി മുങ്ങുന്നത്. ബട്ട് അതൊരു ഉത്സവമാണ്, അതിൽ എല്ലാവരും ചേരുന്നത്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഉന്തും തള്ളവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രിക്കോഷൻസും എടുത്തിരുന്നു. അപ്പോൾ അതിലൊരു അട്ടിമറി സ്മെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. യാഥാർത്ഥ്യം പുറത്തു വരാനില്ല. 1000 ഫോണിൽ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ പ്രവർത്തിച്ചു എന്നുള്ള ഒരു സംശയമല്ലോ. 16,000 മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചിട്ട് ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ 1000-ഓളം ആളുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് സ്ഥലം വിട്ടിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പറയാണ് ഈ എയുടെ പുറകെ പോകുമ്പോഴാണോ വെള്ളത്തിൽ മുങ്ങുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്ലാൻ, അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതല്ലേ? അല്ല, ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റാമ്പേഡ് ഉള്ളിൽ അങ്ങനെ ആഹ്ലാദം തോന്നിക്കാണും. കൊള്ളാം, പണി കിട്ടി യോഗിച്ചിട്ട്. പിന്നെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും പറയും. ISRO റോക്കറ്റ് വിടുന്നു, അപ്പോഴാണ് നിങ്ങൾ കുളത്തിൽ മുങ്ങുന്നത്. കാരണം അവർക്ക് പൊതുവേ ഇതിനെപ്പറ്റി പുച്ഛമാണ്. കുംഭമേളയെ പുച്ഛമാണ്, ഗുരുവായൂർ പുച്ഛമാണ്, ശബരിമല പുച്ഛമാണ്. ആ സർവ്വപുച്ഛമാണ് ഈ ഹിന്ദുവിനോടുള്ള ഒരു പുച്ഛമുണ്ടല്ല, അതവരുടെ ബ്ലഡിലുള്ളതാണ്. അതിങ്ങനെ പുറത്തു വരും ഇങ്ങനത്തെ കമൻ്റൊക്കെ ആയിട്ട്. അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കുംഭമേളയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി 30 പേര് മരിച്ചു. ബ്രിട്ടാസിനെ പോലെ ചിന്തിക്കുന്നവർക്ക് ആദ്യം തോന്നും 30 മരിച്ചുള്ളൂ, ഒരു 10-40 പേരാണ് ചാവണ്ടേ, എങ്കിൽ പിന്നെ കുംഭമേള തന്നെ നിർത്തിവെക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ക്യാമ്പയിൻ കൊണ്ടുപോകാം. അപ്പം ആ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശത്തോടെയുള്ള ഒരു ഉദീരണമാണ് ഈ ബ്രിട്ടാസിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന CPM നേതാക്കൾ അവർ മാമോദീസ മുക്കുന്നുണ്ട്, ക്രൈസ്തവ ആചാരപ്രകാരം സംസ്കാര ചടങ്ങ് നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ടവർ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? വർഷങ്ങളായിട്ട് അത് അങ്ങനെയാണില്ല. അവർ പ്രോ മുസ്ലിം, ന്യൂട്രൽ ടു ക്രിസ്ത്യാനിറ്റി, ഇടയ്ക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ അവർ വിമർശിച്ചു നിൽക്കുക. ആൻറ്റി ഹിന്ദു, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലൈൻ, അവരുടെ പൊളിറ്റിക്കൽ ലൈൻ അതാണ്. അവർക്ക് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് കാര്യമൊക്കെ ശരി. ബട്ട് അവരുടെ മാനസികമായ അവസ്ഥ, മെൻ്റൽ മേക്കപ്പ് ഈ രീതിയിലാണ്. ആൻറ്റി ഹിന്ദു, പ്രോ മുസ്ലിം, ന്യൂട്രൽ ടു ക്രിസ്ത്യാനിറ്റി. ബട്ട് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുവും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ദേ വിൽ പ്രിഫർ ക്രിസ്ത്യാനിറ്റി. ഹിന്ദുവിനെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും അവർ പിന്തുണയ്ക്കുന്ന പ്രശ്നം. അതുപോലെ ഹിന്ദുവിനോടുള്ള വിരോധമാണ് ഈ ഭാരതത്തോടുള്ള വിരോധം. ഭാരതം എന്നുള്ള വാക്ക് പോലും, പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. എല്ലാ മതങ്ങളും അവനവന്റെ മതം മാത്രമാണ് ശരി എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അവരൻ്റേതിന് ഇന്ന കേടുകളുണ്ട്, മിസ്റ്റേക്കുകളുണ്ട് എന്ന്. മനുഷ്യനല്ലേ പരസ്പരം സൗഹാർദ്ദപ്പെടേണ്ടത്. കുംഭമേളയ്ക്ക് 40 കോടി ജനങ്ങൾ വരുന്ന ഒരു സദസ്സില് തിക്കും തിരക്കും ഉണ്ടായിട്ട് 30 പേരെ മരിച്ചുള്ളൂ. സ്വാഭാവികമായിട്ടും അതുപോലെ എത്ര കമന്റുകൾ വന്നു ഈ വാർത്തയ്ക്ക് താഴെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് ജനങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ കാരണമായി. നന്ദി.